യെസ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പ്രോബബിലിറ്റി ഒരു ചെറിയ ചാപ്റ്ററാണ്. നമുക്ക് പരീക്ഷയ്ക്ക് 7 മാർക്കിന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കുറഞ്ഞ കണ്ടൻറ്റേ നമുക്കതിൽ പഠിക്കാനുള്ളൂ. ആകെ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. സോ ആദ്യം തന്നെ നമുക്ക് പോവാം കണ്ടീഷണൽ പ്രോബബിലിറ്റി. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പ്രോബബിലിറ്റി, അതായത് മഴ പെയ്യാനുള്ള പ്രോബബിലിറ്റി, സാധ്യത എന്താണ്. അതേപോലെ ഒരു പെട്ടിയിൽ കുറേ ബോളുണ്ട്, ആ ബോളിൽ നിന്നും മഞ്ഞ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്. ആ ഒരു പ്രോബബിലിറ്റി പരിപാടി മാറ്റിയിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി. എന്താ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കളെ. നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ, സെർട്ടൻ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി പറയുന്ന പരിപാടിക്കാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈസ് ദ ലൈക്ലിഹുഡ് ഓഫ് ആൻ ഇവൻറ്റ് എ ഒക്കറിങ് ഗിവൺ ദാറ്റ് ദ അനദർ ഇവൻറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബി എന്ന് പറയുന്ന ഇവൻറ്റ്. എ എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയുന്ന സാധനമാണ് ഇവൻറ്റ് എ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയുന്ന സാധനമാണ് ബി എന്ന് പറയുന്നത്. പാസ്സാവുക എന്ന് പറയുന്ന സാധനം എ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ രണ്ടാമത് കൊടുക്കുക. അതായത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഇവൻറ്റ്. മനസ്സിലായോ? അപ്പോൾ 2 ഇവൻറ്റുകൾ എടുത്തു. ആ ഇവൻറ്റിൽ സംഭവിച്ചു കഴിഞ്ഞ സാധനമാണ് നമ്മൾ രണ്ടാമതായിട്ട് കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഏതാണോ അയാളെയാണ് നമ്മൾ ആദ്യം കൊടുക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഇയാളെങ്ങനെയാണ് നമ്മൾ വായിക്കുക? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അതായത് ബി എന്ന് പറയുന്ന ഇവൻറ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സംഭവിക്കാനുള്ള സാധ്യത എന്താണ്. നിങ്ങൾക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഇവിടെ ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആക്കി തരാം. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് കിടക്കുന്ന ആളെയാണ് താഴെ കൊണ്ടുപോയിക്കാണ്ട് എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ആൻഡ് ബി ബി ടു ഇവൻറ്റ്സ് സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബിയും തന്നിട്ടുണ്ട്, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ശ്രദ്ധിക്കേണ്ട കാര്യം, സംഭവിച്ചു കഴിഞ്ഞ സാധനമാണ് താഴെ കൊണ്ട് എഴുതി വെക്കുക. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബി രണ്ടാമത് എഴുതാം, ബി താഴെ എഴുതണം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ എഴുതുന്നത് ആരെയായിരിക്കും ഇവിടെ? പ്രോബബിലിറ്റി ഓഫ് എ ആണ് നമ്മൾ താഴെ എഴുതി കൊടുക്കുക. ക്ലിയർ ആണല്ലോ? നോക്കിയേടാ, നേരെ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.2 ആണ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 0.3 ആണ്. നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2/3 എന്നായിട്ട് നമുക്ക് ആൻസർ എഴുതി കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ കണ്ടുപിടിക്കാനാണ്. ബി ഗിവൺ എ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ, വീണ്ടും പറയാം, രണ്ടാമത് കിടക്കുന്ന ആളെയാണ് താഴെ കൊണ്ട് എഴുതി കൊടുക്കേണ്ടത്. ഈ 2 ആളുകളെ മുകളിൽ ഇൻ്റർസെക്ഷൻ ഇട്ടിട്ട് എഴുതി കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. നേരെ എഴുതി കൊടുത്തു. നമ്മൾ നേരെ ഇവിടെ നോക്കിയിട്ട് വാല്യൂസ് നുള്ളി പുറക്കി എഴുതി കൊടുക്കുക. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ കൈന്നിട്ട ക്വസ്റ്റ്യൻ അല്ല. സോ നമ്മൾ നേരെ വാല്യൂസ് എഴുതി കൊടുത്തു. വെട്ടി ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ 2/6 ദാറ്റ് വിൽ ബി 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡൈ ഈസ് ത്രോൺ ട്വൈസ് ആൻഡ് സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 9. അതായത് 2 ഡൈസ്, മക്കളെ നമ്മൾ പാമ്പും കോളിയും കളിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇല്ലേ? ആ പാമ്പും കോണിയും കളിക്കുന്ന സാധനം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൂഡോ കളിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് തന്നെ. അത് 2 എടുത്തിട്ട് എറിഞ്ഞു. ആദ്യം 1 എറിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടാൻ ഏതൊക്കെ നമ്പറാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്? 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. രണ്ടാമത് വീണ്ടും 1 കൂടി എറിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ഫസ്റ്റത്തെ പ്രാവശ്യം 1 കിട്ടാം, രണ്ടാമത്തെ പ്രാവശ്യം 1 കിട്ടാം. ഫസ്റ്റത്തെ പ്രാവശ്യം 1 കിട്ടാം, രണ്ടാമത്തെ പ്രാവശ്യം 2 കിട്ടാം. ഇങ്ങനെ എത്ര രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള സാധനമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. അതായത് നമ്മൾ 2 ഡൈ ത്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഔട്ട്കംസ് പറഞ്ഞാൽ റിസൾട്ട്, അത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. ഇത് എപ്പോഴേ നടക്കുകയുള്ളൂ? ഡൈ ത്രോ ചെയ്യുന്ന സമയത്തേ നടക്കുകയുള്ളൂ. എന്തുകൊണ്ട് 6/n വന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ഇങ്ങോട്ട് നോക്കിയാടാ, 6 എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഡൈയിൽ എത്ര നമ്പർ ഉണ്ടാവുക? 6 നമ്പർ ഉണ്ടാവുക. 6/n. ഇവിടെ എത്ര പ്രാവശ്യമാണ് ത്രോ ചെയ്തത്? 2 പ്രാവശ്യമാണ്. അപ്പോൾ നമുക്ക് എത്ര ഔട്ട്കം ഉണ്ടാവുക? 36 ഔട്ട്കം ഉണ്ടാവും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഡൈ ത്രോ ചെയ്തപ്പോൾ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 9. അതായത് ആ 2 നമ്പറും പാടി കൂട്ടിയാലുള്ള സം ഉണ്ടല്ലോ, അതെത്രയാണെന്നാണ് പറഞ്ഞത്? 9 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇവൻറ്റ് എ എടുത്തു. എ സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് 9. നിങ്ങൾ ഇടങ്ങാറാവൊന്നും വേണ്ട, ഇവിടെ നോക്കിയിട്ടാണ് എഴുതി വെച്ചാൽ മതി.
അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 9. ഇത് ഞാൻ ഒന്നും കൂടി ചുരുക്കിയിട്ട് ഇവിടെ കൊള്ളാൻ വേണ്ടി ചെറുതാക്കി എഴുതിയേ ഉള്ളൂ. നിങ്ങൾ അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചോ, കുഴപ്പമില്ല. സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ടു ബി 9 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. അതാണ് ഒന്നാമത്തെ ഇവൻറ്റ്. ഇനി നമ്മളോട് ഒരു സാധനം ചോദിച്ചിട്ടുണ്ടാവും, വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ 5 ഹാസ് അപ്പിയേർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും 5 വന്നിട്ടുണ്ട്, എങ്ങനെ വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്? സം 9 ആണെന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആ കൂട്ടത്തിൽ 2 നമ്പർ ഉണ്ടാവുമല്ലോ, ആ 2 നമ്പറിൽ ഏതെങ്കിലും ഒന്ന് 5 ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഇവൻറ്റ് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? സമ്മ് 9 വരണം. അങ്ങോട്ട് നോക്കിയാൽ 3 6 കൂട്ടിയാൽ 9 അല്ലേ കിട്ടുക. അതേപോലെ 4 5 5 4 6 3 ഇങ്ങനെ ഇത്രയും സെറ്റ് മാത്രമല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ടോട്ടൽ നമുക്ക് എത്ര സെറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്? 36 സെറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതിൽ നമുക്കിപ്പോൾ എത്ര സെറ്റ് കിട്ടിയിട്ടുണ്ട്? എ എന്ന് പറയുന്ന ഇവൻറ്റിന് നമുക്ക് 4 സെറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഇവൻറ്റ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? ബി എന്ന് പറയുന്ന ഇവൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഇവൻറ്റ് എന്താ? 5 ഒരു പ്രാവശ്യമെങ്കിലും വരണം. അപ്പോൾ അങ്ങോട്ട് നോക്കിയാടാ, 1 5 2 5 3 5 4 5 5 5 6 5. രണ്ടാമത്തെ സ്ഥാനത്ത് 5 വരുന്ന ആളുകളെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പൊസിഷനിൽ 5 വന്നുകൂടെടാ. ഫസ്റ്റ് പൊസിഷനിൽ 5 വരുന്ന ആളുകളെ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്ര ഉണ്ടാവും അവിടെ? 12 എണ്ണമാണോ? തെറ്റിപ്പോയി. 12 എണ്ണത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി വന്നില്ലേ. ഫസ്റ്റിൽ 5 വരുന്നതും സെക്കൻഡ് പൊസിഷനിൽ 5 വരുന്നതും ഒരു പ്രാവശ്യം ഒന്നും എഴുതാൻ പാടുള്ളൂ, 2 പ്രാവശ്യം എഴുതി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്ത് എത്ര എണ്ണ ഉണ്ടാവുള്ളൂ? 11 എണ്ണേ ഉണ്ടാവുള്ളൂ. ഇവിടെ 5 5 ഉണ്ടാവില്ല. 5 4 കഴിഞ്ഞാൽ നേരെ 5 6ലേക്ക് കിടക്കും. കാരണം എന്താ? 1 പ്രാവശ്യം വരുള്ളൂ. ഓക്കെ ആണല്ലോ. സോ നമുക്ക് നേരെ ഇതിൻ്റെ എണ്ണം എത്ര എന്നാണ് പറഞ്ഞത്? 11 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്, നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 11 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ, നമ്പർ ഓഫ് എ 4 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/36 ആയിരിക്കും. എവിടെ നിന്നാണ് ഈ 36 വന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഡൈ 2 എണ്ണം ത്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 6/2 ആണ്. അങ്ങനെയാണ് നമുക്ക് 36 ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ 4/36 കിട്ടി. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 11/36 കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയാടാ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും കൂടെ വേണ്ടേടാ നമുക്ക് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 എണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ, 2 എണ്ണത്തിലും ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ് ഉള്ളത്? 4 5 5 4 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 എണ്ണത്തിൽ കോമൺ ആയിട്ടുള്ള ആളുകൾ എത്ര എണ്ണാണുള്ളത്? 2 എണ്ണം. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, തന്നിട്ടില്ല. ഓക്കെ ആണല്ലോ. സോ നമ്മൾ നേരെ കണ്ടുപിടിച്ചു, എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി നമുക്ക് 2/36. നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ ഒന്നും വെട്ടി ചെറുതാക്കാൻ നിൽക്കണ്ട. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇവിടെ എത്തി ഞങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. മുകളിലുള്ള കാര്യം നമുക്കറിയാം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് മുകളിൽ വരിക എന്നുള്ളത് നമുക്കറിയാം. താഴെ ആരാ വരിക? രണ്ടാമത് കിടക്കുന്ന ആൾ. സോ പ്രോബബിലിറ്റി ഓഫ് എ നേരെ കൊടുത്തു. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2/36 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4/36 ആണ്. മക്കളെ ഇങ്ങനെ എഴുതിയാലുള്ള മെച്ചം എന്താണ്? നമുക്ക് സുഖമായിട്ട് ഈ 36 വെട്ടിയിട്ട് നേരെ 2/4 എന്ന് എഴുതി കൊടുത്തൂടെ? 2/4 നമുക്കൊന്നും കൂടി വെട്ടി ചെറുതാക്കിയിട്ട് 1/2 എന്ന് എഴുതി കൊടുക്കാം. ആൻസർ ഈസ് 1/2. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അടുത്തൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതാണ് അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു കണ്ടീഷണൽ പ്രോബബിലിറ്റി. അടുത്ത കൺസെപ്റ്റാണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. അതായത് ഒരു ഇവൻറ്റ്, അതായത് എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഒക്കറൻസ് ബി എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഒക്കറൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലോ, മനസ്സിലായോ? കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായോ? നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചാൽ മതി. ഒരു 2 ഇവൻറ്റ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ എന്താ കാട്ടുക? ആലോചിക്കാനൊന്നുമില്ല. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസും കൂടെ ഇവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്നാമത്തെ സാധനം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. ഇയാളെയാണ് പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇത് പ്രത്യേകം പഠിച്ചു വെക്കുക, മറന്നു പോകരുത്. ഇത് വെച്ചിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 0.8, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 0.4, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു 0.4, ദെൻ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നമുക്ക് എന്തറിയാം? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇല്ലേടാ,
അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബി ഗിവൺ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ എ, രണ്ട് എഴുതിയാലും കണക്ക് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ ആളെയാണ്. രണ്ടാമത്തെ ആൾ ആരാണ്? എ ആണ്. അതായത് ഗിവൺ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾ ഇയാളാണ്. അയാളെ താഴെ കൊണ്ട് എഴുതി കൊടുക്കണം. അയാളെ നമ്മൾ നേരെ താഴെ എഴുതി കൊടുത്തു. നമുക്ക് നേരെ എന്ത് കിട്ടി? എന്നിട്ട് നമുക്ക് ഇതിൽ അറിയാവുന്ന വാല്യൂസ് കൊടുത്തു. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ 0.4 ആണ്. അതുപോലെ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.8 ആണ്. എഴുതി കൊടുത്തു. നേരെ ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0.32 ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇനി അടുത്ത് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. എ ഗിവൺ ബിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ പോരെ? നേരെ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു, വെട്ടി ചെറുതാക്കി, നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.8 എന്ന് കിട്ടി. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയട്ടെ, പ്രോബബിലിറ്റി എപ്പോഴും 0നേക്കാൾ വലുതും 1നേക്കാൾ ചെറുതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബൈ ചാൻസ് ചെയ്യുന്ന സമയത്ത് 1.2 എന്നൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. സോറി, അതിലൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുള്ളത്? ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. എടാ, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണെന്നല്ലേ പഠിച്ചത്. നമ്മൾ നേരെ എഴുതി കൊടുത്തു. ഇഫ് ടു ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. നമ്മൾ നേരെ അതിൽ വാല്യൂസ് ഇട്ട് കൊടുത്തു. രണ്ട് സൈഡിലും സെയിം സാധനം കിട്ടിയത്. അതിനർത്ഥം എന്താടാ? അതിനർത്ഥം എന്താ? രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നെ. ഇവിടെ നമുക്ക് 0.32 കിട്ടി. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും 0.32 കിട്ടി. ദാറ്റ് മീൻസ് എന്താ? രണ്ടുപേരും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. അതായത് എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് നമുക്ക് അവിടെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയടാ, ലെറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? എ ആൻഡ് ബി. ഇവിടെ നിങ്ങൾ കണ്ടിട്ട് ഇടങ്ങാറാവാൻ നിൽക്കണ്ട. ഈ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മനസ്സിലായോ? ഇതെന്താ സാധനം? പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇതെന്താടാ സാധനം? പ്രോബിലിറ്റി ഓഫ് ആൻഡ് കണ്ടാൽ ആലോചിക്കേണ്ട ഇൻ്റർസെക്ഷൻ ആണ്. നോട്ട് കണ്ടാൽ ഡാഷ് ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള പരിപാടി. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിതൊന്ന് എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പരിപാടി? പ്രോബിലിറ്റി ഓഫ് എയും ബിയും തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആലോചിക്കാനില്ല, നേരെ ഇക്വേഷൻ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബിയിൽ ഇട്ട് കൊടുത്തു. 0.3യും 0.4ഉം ഗുണിച്ച് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്ത കണ്ടുപിടിക്കാനുള്ളത് എ ഓർ ബി ആണ്. എ ഓർ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മക്കളെ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് 2-3 വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഇവിടെ തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. സമയം നമ്മളുടെ മുന്നിൽ വളരെ കുറവാണ്. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു, നമുക്ക് ആൻസർ കിട്ടി 0.58. നിങ്ങൾ പരീക്ഷണത്തിൽ നിൽക്കണ്ട, ഇത് നേരെ വാല്യൂസ് എഴുതി കൊടുക്കുക, കാൽക്കുലേറ്റർ എടുക്കുക, കുത്തുക, ആൻസർ എഴുതി കൊടുക്കുക. അടുത്ത സാധനം പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. അപ്പോൾ എന്താ പരിപാടി? ആൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ഇട്ട് കൊടുക്കണം, ഓർ വന്നാൽ യൂണിയൻ ഇട്ട് കൊടുക്കണം, നോട്ട് വന്നാൽ ഡാഷ് ഇട്ട് കൊടുക്കണം. ഈ ഇക്വേഷൻ നല്ലോണം പഠിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തു. 0.3യിൽ നിന്നും 0.12 കുറച്ചു, നമുക്ക് എന്ത് കിട്ടി? 0.18 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അടുത്തതാണ് ബേസ് തിയറം. മക്കളെ, നമ്മളിപ്പോൾ മുൻപ് ഡിസ്കസ് ചെയ്ത കണ്ടീഷണൽ പ്രോബിലിറ്റി അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്, ഇതിൽ നിന്ന് ഏതെങ്കിലും ആയിട്ട് ഒരു 3 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അടുത്തത് 4 മാർക്കിന് നിർബന്ധമായിട്ടും ബേസ് തിയറം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം വരും, ഉറപ്പ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല, സംഭവം സിമ്പിളാണ്. ഓക്കെ, ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഇതെന്താണ് ഈ സം ഓഫ് i = 1 up to n എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത് ഇക്വേഷനായിട്ട് എഴുതി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഡിവൈഡഡ് ബൈ. ഇനി ഈ E1 ഇവിടെ എന്ത് വരും? 1, ഇവിടെയും 1 വരും. ഇനിയോ അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 വരും, ഇവിടെയും 2 വരും. അത് എങ്ങനെയാണ്, എന്താ, ഏതാണെന്നുള്ളതൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് ബേസ് തിയറം പറയണത്? എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഒരു പാത്രത്തിൽ 2 പന്തുണ്ട്. ഇവിടെ ഉള്ള പോലെ 3 റെഡും 4 ബ്ലൂ ഉണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു പന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്, റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നല്ല ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നേ. ഇനി മാറ്റിയാണ്, കളി മാറ്റിയാണ്. 2 പാത്രത്തിൽ ബോൾ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? എടുത്ത പന്ത് ചുവപ്പാണെന്ന് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? എടുത്ത പന്ത് ചുവപ്പാണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് എന്ത് ചോദിക്കുകയാണ്? ഇതിൽ ഏത് പാത്രത്തിൽ നിന്നാണ് എടുത്തത് എന്നുള്ളതാണ് നമ്മോട് ചോദിക്കാൻ പോകുന്നത്. ഇതിൽ ഏത് ബോക്സിൽ നിന്നാണ്, ബാഗ് 1ൽ നിന്നാണോ ബാഗ് 2ൽ നിന്നാണോ എടുത്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? ബേസ് തിയറം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. 2 ബാഗ് ഉണ്ട്, ബാഗ് 1, ബാഗ് 2. ഈ ബാഗ് 1ലും ബാഗ് 2ലും ആയിട്ട് ഒരു ബാഗിൽ 3 റെഡും 4 ബ്ലാക്കും ഉണ്ട്. ഇവിടെയുണ്ട് 5 റെഡ് 6 ബ്ലാക്ക്. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്?
വൺ ഓഫ് ദ ബാഗ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം, ഏതോ ഒരു ബാഗ് സെലക്ട് ചെയ്തു, ആൻഡ് എ ബാൾ ഈസ് ഡ്രോൺ ഔട്ട് ഓഫ് ഇറ്റ്, ഒരു ബോൾ അതിൽ നിന്ന് എടുത്തു. ഇഫ് ദ ബാൾ ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി റെഡ്, ഓൾറെഡി എടുത്ത് കഴിഞ്ഞ പന്ത് എന്താണെന്നാ പറഞ്ഞത്, റെഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സാധനം അവിടെ ഉണ്ടാവും, അയാളെ നല്ലോണം മാർക്ക് ചെയ്ത് വെക്കുക. എന്താടാ, സംഭവിച്ച് കഴിഞ്ഞ ആളെ നല്ലോണം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ബാഗ് 2, രണ്ടാമത്തെ ബാഗിൽ നിന്ന് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിയാടാ മക്കളെ, പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. മക്കളെ, നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവിച്ച് കഴിഞ്ഞ ഒരു സാധനം അവിടെ ഉണ്ടാവും. അയാളെയാണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്, എ ആയിട്ട് എടുക്കേണ്ടത്. എന്തായിട്ട് എടുക്കേണ്ടടാ, എ ആയിട്ട് എടുക്കേണ്ടത്. സംഭവിച്ച് കഴിഞ്ഞ ഒരു സാധനം അവിടെ തന്നിട്ടുണ്ടാവും, അയാളെ നിങ്ങൾ എന്തായിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്, എ ആയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്. സോ അയാളെ നമ്മൾ എ ആയിട്ട് എടുത്തു. എന്താ സംഭവിച്ച് കഴിഞ്ഞ സാധനം, ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി റെഡ്. സോ നമ്മൾ എഴുതി കൊടുത്തു ഡ്രോൺ ബാൾ ഈസ് റെഡ്. അത് എഴുതി കൊടുക്കണതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള സാധനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രശ്നമില്ല, നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ ഇതിൽ ഇട്ടിരുന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് തിരിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ E1 അതുപോലെ E2 നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നമ്മളോട് അവിടെ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റി എന്താ, അത് ബാഗ് 2-ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ വെച്ചിട്ടുള്ളത്, ബാഗ് 2-ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി. ഇങ്ങോട്ട് നോക്കിയടാ, ബാഗ് 2-ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്തിൻ്റെ പ്രോബബിലിറ്റിയും കൂടി കിടക്കുന്നുണ്ട്, ബാഗ് 1-ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റിയും കൂടി ഇല്ലേ. അപ്പോൾ അതാണ് നമ്മൾ E1 E2 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. നമുക്കവിടെ 2, 3, 4 ചോയ്സൊക്കെ ഉണ്ടാവും. ആ ചോയ്സുകളെയാണ് നമ്മൾ E1 E2 E3 E4 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ E1 എന്ത് എഴുതി കൊടുത്തു, ബാൾ ഡ്രോൺ ഫ്രം ബാഗ് 1. E2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതി കൊടുത്തു, ബാൾ ഡ്രോൺ ഫ്രം ബാഗ് 2. അപ്പോൾ 3 ബാഗ് ഉണ്ടെങ്കിലോ, ബാൾ ഡ്രോൺ ഫ്രം ബാഗ് 3. അപ്പോൾ ഈ എ എന്ന് പറയുന്ന സാധനം നമ്മൾ എങ്ങനെ എടുക്കുക, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിലൊരു സാധനം തന്നിട്ടുണ്ടാവും, അയാളെ നേരെ എഴുതി കൊടുക്കുക, അത്രയുള്ള പരിപാടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന സാധനം ഗിവൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുത്തു എ അല്ലേ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമ്മോട് എന്തിനുള്ള പ്രോബബിലിറ്റിയാണ് കാണാൻ പറഞ്ഞത്, ബാഗ് 2 എന്നാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. ബാഗ് 2 എന്നാവാനുള്ള പ്രോബബിലിറ്റി എന്നുള്ളതിനാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, E2 എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേടാ. ഇവിടെ നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോട്ടോ, പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ. നേരെ നോക്കിക്കോ, ഈ പ്രോബബിലിറ്റി ഓഫ് ഈ E2 ഉണ്ടല്ലോ, ആ E2 നമ്മൾ ആദ്യം എഴുതി കൊടുത്തു, പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു, ഇനി എന്താ പരിപാടി, നേരെ തിരിച്ചിട്ട് കൊടുക്കുക, എ ഗിവൺ E2. മനസ്സിലായോടാ, പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 ഡിവൈഡഡ് ബൈ, ഇനി എന്താ പരിപാടി, ഈ സെയിം സാധനം തന്നെയാണ്, പക്ഷേ 1 മുതൽ എത്ര ഉണ്ടോ അതുവരെ എഴുതി കൊടുക്കണം. ഇവിടെ നമുക്ക് എത്ര ഉള്ളത്, E1 ഉണ്ട് E2 ഉണ്ട്, അപ്പോൾ 2 എഴുതി കൊടുക്കണം. എങ്ങനെയാണ് അങ്ങോട്ട് നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1. മനസ്സിലായോ? ഇനി അടുത്തത് രണ്ടാമത്തേതാ 2 വെച്ചിട്ടുള്ള എഴുതി കൊടുക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. അവരുടെ 2 പേരുടെയും ഇടയിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം, പ്ലസ് ഇട്ട് കൊടുക്കണം. കളി മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ സെറ്റ് നമ്മൾ മുകളിൽ എഴുതി കൊടുക്കുക, ബാക്കി എല്ലാ സെറ്റും അയാളെ അടക്കം എല്ലാ സെറ്റും താഴെ എഴുതി കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇനിയുണ്ട്, ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ ക്ലിയർ ആക്കിയിട്ട് പോവാം. ഇനി എന്താണ് പ്രോബബിലിറ്റി ഓഫ് E1, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒന്നാമത്തെ ബാഗിൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, നമ്മുടെ അടുത്ത് എത്ര ബാഗാണ് ഉള്ളത്, 2 ബാഗല്ലേ ഉള്ളൂ. അപ്പോൾ 50-50 ചാൻസ് അല്ലേ ഉള്ളത് ഓരോന്നും, ഒന്നാമത്തേന്നും രണ്ടാമത്തേന്നും ആവാനുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1/2 ആയിരിക്കും. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/2 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ അടുത്ത ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1, അതും കൂടെ നമുക്കിവിടെ വേണ്ടേ. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 വേണം, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 വേണം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഒന്നാമത്തെ ഈ സാധനമല്ലേ, രണ്ടാമത് കിടക്കുന്ന ആളാണല്ലോ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആൾ അല്ലേ. അതായത് E1 എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാമത്തെ ബാഗിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അതായത് ഈ കാണുന്ന ബാഗിൽ നിന്നാണ് സാധനം എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് എത്ര ബോൾ ആകെ ഉള്ളത്, 3 4 7 ബോൾസാണുള്ളത് അല്ലേടാ. 7 ബോൾസ് അല്ലേ. ആ 7 ബോൾസിൽ നിന്നും എ ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചത്. എ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രോൺ ബാൾ ഈസ് റെഡ്, എടുക്കുന്ന പന്ത് ചുവപ്പാവാനുള്ള പ്രോബബിലിറ്റി എന്താ, ഇവിടെ 7 ബാളല്ലേ ഉള്ളത്, അതിൽ എത്ര റെഡ് ഉള്ളത്, 3. അപ്പോൾ 3/7. ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ ഇവിടെ നോക്കിക്കോ, അടുത്തുണ്ട് എ ഗിവൺ E2. എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ആളാരാ, E2 അല്ലേ. E2 എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രോൺ ബാൾ ഈസ് ഫ്രം ബാഗ് 2, രണ്ടാമത്തെ ബാഗിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അതായത് ഈ ബാഗിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആ ബാഗിൽ നമുക്ക് എടുക്കാൻ എത്ര ബോളാണ് ഉള്ളത്, 11 ബോളാണ് ഓൾറെഡി ആകെ എടുക്കാനുള്ളത്. അതിൽ എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്, എൻ്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡ്രോൺ ബാൾ ഈസ് റെഡ് ബോളാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. റെഡ് എന്താ, 5. ഇത്രയാണ് സാധനങ്ങൾ. ഇത് നേരെ എടുത്ത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസറായി.
അവിടെ നോക്കിയാടാ നേരെ വാല്യൂസ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നേരെ എടുത്ത് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു 1/2 × 5/11 നേരെ ചെയ്തു പോയി. ഇത് നേരെ നമ്മൾ ക്രോസ് ചെയ്തു, നമുക്ക് ഈ ആൻസർ കിട്ടി. ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്തു, നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്ട് ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ എന്തിൽ ഇട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ ഈ ഒരു സാധനം ഇട്ട് കൊടുക്കുക, മൂപ്പര് നേരെ ആൻസർ തരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും ബ്രാക്കറ്റുകൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുത്തിരിക്കണം. നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 35 / 68 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങളുടെ കൺഫ്യൂഷൻ ഉണ്ടാവുക എ ഏതാണ്, E1 എന്താണ്, E2 എന്താണെന്നുള്ള. അതിന് നമ്മൾ അടുത്തൊരു ക്വസ്റ്റനും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാടാ, ഒരു ഫാക്ടറിയിൽ ബോൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്, 8 ബോൾട്ട് ഇല്ല, ബോൾട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അതിൽ 25% മെഷീൻ എ ഉണ്ടാക്കും, 35% മെഷീൻ ബി ഉണ്ടാക്കും, 40% മെഷീൻ സി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിലെന്ത് പറഞ്ഞിട്ടുണ്ട്? 5% ഒന്നാമത്തെ മെഷീൻ ഉണ്ടാക്കുന്നതിൽ 5% ഡിഫക്റ്റ് ആണ്, രണ്ടാമത്തെ മെഷീൻ ഉണ്ടാക്കുന്നതിൽ 4% ഡിഫക്റ്റഡ് ആണ്, അതുപോലെ മൂന്നാമത്തെ മെഷീൻ ഉണ്ടാക്കുന്നതിൽ 2% ഡിഫക്റ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നേരത്തെ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്, വലിയ ബുദ്ധിമുട്ടാക്കാനൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവം എന്നുള്ളത് കാണിച്ചു തരാം. എന്നിട്ട് എന്താ പറഞ്ഞത്? ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ പ്രൊഡക്റ്റ് ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. സംഭവിച്ചു കഴിഞ്ഞ സാധനം എന്താ? പ്രൊഡക്റ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അപ്പോൾ മക്കളെ പറഞ്ഞേടാ, എ ആയിട്ട് എന്താ എടുക്കുക? പ്രൊഡക്റ്റ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്, അതാണ് എ. ഇനി ചോദ്യം, E1 എന്താ, E2 എന്താ, E3 എന്താ? E3 ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല, E1 E2 E3 ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നോക്കാം എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ മെഷീൻ ബി? അപ്പോൾ നമ്മൾ E1 E2 E3 എന്താണെന്നുള്ളത് ചെറിയതായിട്ട് നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാനുഫാക്ചേർഡ് ബൈ മെഷീൻ എ. E2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാനുഫാക്ചേർഡ് ബൈ മെഷീൻ ബി. E3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാനുഫാക്ചേർഡ് ബൈ മെഷീൻ സി. ഇവിടെ നമ്മോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മെഷീൻ ബി ഉണ്ടാക്കിയതിനുള്ള പ്രോബബിലിറ്റിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മെഷീൻ ബി ഉണ്ടാക്കിയത് നമ്മൾ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? E2 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്? സാധനം ഡിഫക്റ്റീവ് ആണെന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? അത് നമ്മൾ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? എ ആയിട്ടല്ലേ എടുത്തിട്ടുള്ളത്. സോ നമ്മൾ നേരെ എന്ത് കൊടുത്തു? ഇവിടെ എയും കൊടുത്തു. ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ എങ്ങനെയാണെന്നുള്ളത് തൊട്ടപ്പുറത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയാടാ, ഇവിടെ ഓരോന്നും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ടേബിളായിട്ട്. എന്നിട്ട് നമ്മൾ നേരെ എന്ത് കൊടുത്തു? E1 ബോൾട്ട് മാനുഫാക്ചർഡ് ബൈ മെഷീൻ എ, E2 എന്ന് പറഞ്ഞാൽ മെഷീൻ ബി ആണ്, E3 എന്ന് പറഞ്ഞാൽ മെഷീൻ സി ആണ്. നേരെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡ്രോൺ ബോൾട്ട് ഈസ് ഡിഫക്റ്റീവ്. എന്ത് കണ്ടുപിടിക്കണം? E2 ഗിവൺ എ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? E2 ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 എന്ന് മുകളിൽ എഴുതി കൊടുക്കും. ഇനിയോ ഈ സാധനങ്ങൾ മൊത്തം താഴെ എഴുതി കൊടുക്കണം. ഏതൊക്കെ എഴുതി കൊടുക്കണം? E1 എഴുതണം, E2 എഴുതണം, E3 എഴുതണം. കാരണം എന്താ? അവിടെ 3 ഉള്ളത്. ഇവിടെ നോക്കിയടാ, പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1. അടുത്ത എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2. അടുത്ത എന്താ? പ്രോബബിലിറ്റി ഓഫ് E3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E3. നേരെ അതിൻ്റെ വാല്യൂസ് താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജിൽ തന്നാൽ ഇതിൽ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക? എന്ത് തന്നാലും നിങ്ങൾ നോക്കിക്കോ, 25% തന്നാൽ 25 / 100 ആണ് പരിപാടി. പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ 100 ആയിട്ട് എഴുതി കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുപോകുന്നതിലേറെ നമുക്ക് നല്ലത് 0.25 എന്ന് എടുക്കുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് E1 എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ 0.25 എടുത്തു. അതിൻ്റെ ഡിഫക്റ്റീവ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താ? എ ആണെന്ന് ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. E1 ആണ്, അതായത് മെഷീന് ഒന്നാമത്തെ മെഷീനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒന്നാമത്തെ മെഷീനാണെന്നുള്ളത് കൺഫേം ആണ്. ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞാലേ. അപ്പോൾ ഒന്നാമത്തെ മെഷീനാണെന്നുള്ളത് കൺഫേം ആണ്. അതിൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ 5% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? 5 / 100 0.05 എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? അടുത്ത പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ 2, അതായത് ബി എന്ന് പറയുന്ന മെഷീൻ ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 35% ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 35 / 100 കൊടുത്തു. അത് നമുക്ക് എന്ത് കിട്ടി? 0.35 എന്ന് കിട്ടി. അടുത്ത എന്താ അവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എ ഗിവൺ E2. എന്താണ് എ ഗിവൺ E2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? E2 രണ്ടാമത്തെ മെഷീനാണെന്നുള്ള കാര്യം കൺഫേം ആണ്. ഇനി എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്? ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ രണ്ടാമത്തെ മെഷീൻ, അതായത് മെഷീൻ ബിയിൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് പറഞ്ഞത്? 4% ആണ്. ഈ 4%നെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്? 4 / 100 ചെയ്ത് കൊടുക്കുക, 0.04 കിട്ടി. അതേപോലെ ഈ സൈഡിലും നമ്മളുടെ മെഷീൻ സിയിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് E3 അതുപോലെ എ ഗിവൺ E3 കിട്ടും. നമ്മൾ നേരെ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കും, കാൽക്കുലേറ്ററിൽ നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 3 ബാഗ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബാഗിൽ 2 ഗോൾഡ് കോയിൻ ഉണ്ട്, രണ്ടാമത്തെ ബാഗിൽ 2 സിൽവർ കോയിൻ ഉണ്ട്, മൂന്നാമത്തെ ബാഗിൽ 1 ഗോൾഡ് കോയിനും 1 സിൽവർ കോയിനും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എ പേഴ്സൺ ഈസ് ചൂസൺ എ ബോക്സ് റാൻഡംലി ആൻഡ് ടേക്ക് ഔട്ട് എ കോയിൻ ഇഫ് ദ കോയിൻ ഈസ് ഓഫ് ഗോൾഡ്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യം എന്താടാ? എടുത്ത കോയിൻ എന്താ?
ഗോൾഡ് ആണെന്നുള്ളതാണ് സംഭവിച്ചു കഴിഞ്ഞ കാര്യം. അപ്പോൾ നമ്മൾ എ ആയിട്ട് എന്താണ് കൊടുക്കേണ്ടത്? ദ ടേക്കൺ കോയിൻ ഈസ് ഓഫ് ഗോൾഡ്, ദ ഡ്രോൺ കോയിൻ ഈസ് ഓഫ് ഗോൾഡ് എന്നുള്ള സാധനമാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? എ ആയിട്ട് കൊടുക്കുക. E1 E2 E3 എത്ര ഉണ്ടാവും ഇതിൽ? എത്ര പാത്രം ഉണ്ട് നമ്മുടെ കയ്യിൽ? 3 പാത്രമാണുള്ളത്. 3 ബോക്സിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പ്രോബിലിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ E1 ഇട്ട് എന്ത് കൊടുത്തു? ഡ്രോൺ ഫ്രം ബോക്സ് 1, E2 ഫ്രം ബോക്സ് 2, E3 എന്ന് പറഞ്ഞാൽ ഡ്രോൺ ഫ്രം ബോക്സ് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമ്മളോട് ഇവിടെ എന്താ ചോദിച്ചത്? കണ്ടുപിടിക്കാൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ അതർ കോയിൻ ഇൻ ദ ബോക്സ് ഈസ് ആൾസോ ഓഫ് ഗോൾഡ്. അതായത് ഒരു കോയിൻ എടുത്തു, ആ കോയിൻ എന്താണെന്ന് പറഞ്ഞത്? ഗോൾഡ് ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കോയിനും ഗോൾഡ് ആവണമെങ്കിൽ അത് എവിടെ നിന്ന് എടുക്കണം? ഇതിൽ നിന്ന് എടുക്കണ്ടേ? അപ്പോൾ ഏത് ബോക്സിൽ നിന്ന് എടുക്കണം? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കണം. ഇത് രണ്ടാമത്തെ ബോക്സാണ്, ഇത് മൂന്നാമത്തെ ബോക്സാണ്. അപ്പോൾ എത്രാമത്തെ ബോക്സിൽ നിന്ന് എടുക്കണം? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കണം. ഒന്നാമത്തെ ബോക്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇവൻറ്റ് E1 ആണ് ഇവൻറ്റ്. അപ്പോൾ എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് E1 ആണ് കാണേണ്ടത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്? എ എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താ? എടുത്ത കോയിൻ ഗോൾഡ് ആണെന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ഇക്വേഷൻ വരിക? നോക്കിയടാ, ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഇക്വേഷൻ. പ്രോബബിലിറ്റി ഓഫ് E given A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E1 ഡിവൈഡഡ് ബൈ, ഇനി എന്താ പരിപാടി? നമ്മുടെ അടുത്ത് 3 അല്ലേ ഉണ്ടായിരുന്നത്? E1 E2 E3 3 സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ എഴുതി കൊടുത്തു പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E1, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E2, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് E3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E3. ഇനി ചോദ്യം പ്രോബബിലിറ്റി ഓഫ് E1ഉം E2ഉം E3ഉം എന്താണെന്നുള്ളതാണ്. എത്ര ബോക്സ് നമ്മുടെ കയ്യിലുള്ളത്? 3 ബോക്സ് അല്ലേടാ. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കാനും രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കാനും മൂന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കാനുള്ള സാധ്യതകൾ പ്രോബബിലിറ്റി സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് 1/3 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ബോക്സിൽ നിന്നോ അതും 1/3, മൂന്നാമത്തെ ബോക്സിൽ നിന്നോ അതും 1/3. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് E1ഉം E2ഉം E3 എന്ത് തന്നെയായിരിക്കും? 1/3 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് A given E1. അതായത് ഒന്നാമത്തെ ബോക്സ് ആണെന്നുള്ള കാര്യം കൺഫേം ആണ്. അതിൽ നിന്ന് ഗോൾഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് വെച്ച്, എത്ര ഗോൾഡ് ഉണ്ട്? ഒന്നാമത്തെ ബോക്സിൽ എത്ര കോയിനാണ് ഉള്ളത്? 2 കോയിനാണ് ഉള്ളത്. ആ 2 കോയിനിൽ എത്ര കോയിൻ ഗോൾഡാണ്? 2 കോയിന് ഗോൾഡ് അല്ലേ? ഇങ്ങോട്ട് നോക്കിയാൽ ആകെ 2 കോയിനാണ് ഉള്ളത്. ആ 2 എന്താ? ഗോൾഡാണ്. അപ്പോൾ നമുക്ക് എന്താ പ്രോബബിലിറ്റി കിട്ടുക? 2/2 എന്നല്ലേ കിട്ടുക? അത്രയാ 1. ഇനി അടുത്ത എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A given E2. രണ്ടാമത്തെ ബോക്സിൽ നിന്നാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ബോക്സിൽ നമുക്ക് എത്ര കോയിനാണ് ഉള്ളത്? ഒറ്റയടിക്ക് ഇവിടെ ആൻസർ എഴുതി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ എത്ര കോയിനാണ് ഉള്ളത്? 2 കോയിനാണുള്ളത്. അതിൽ എത്ര ഗോൾഡ് ഉള്ളത്? ഇവിടെ 2ഉം സിൽവറാണ്. അതിൽ ഗോൾഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? 0 എഴുതി കൊടുക്കും. ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഇത്രേ ഉള്ളൂ, സംഭവമാക്കാനില്ല. ഇനി പ്രോബബിലിറ്റി ഓഫ് A given E3. മൂന്നാമത്തെ ബോക്സിൽ നിന്നാണ് എടുക്കുന്നത് എന്താവണം? ഗോൾഡ് ആവണം. അപ്പോൾ താഴെ എന്ത് വരും? താഴെ 2 എണ്ണം വരും. കാരണം ആകെ 2 കോയിനേ അതിലുള്ളൂ. അതിൽ എത്ര ഗോൾഡാണ് ഉള്ളത്? 1 ഗോൾഡാണുള്ളത്. 1/2 ആണ് ആൻസർ. ബാക്കി നിങ്ങൾ ചെയ്യുമല്ലോ. നേരെ ഈ വാല്യൂസ് എല്ലാം കൂടെ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ കുത്തുക, ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ മക്കളെ 7 മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ബയസ് തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്, ഈ 3 സാധനമാണ് ആകെ പഠിക്കാനുണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസ്, ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങളെ വൃത്തിക്ക് ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കണം. സോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.